നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥിരം സമിതി അംഗങ്ങളെ തിങ്കളാഴ്ച തെരഞ്ഞെടുക്കും. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളെയാണ് തിങ്കളാഴ്ച തെരഞ്ഞെടുക്കുക. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന ദിവസമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുക. ഇരിങ്ങാലക്കുട നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പേരുകളിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ധാരണയായി. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ടേം അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരാകുന്നവർക്ക് ആദ്യ 2 വർഷവും തുടർന്ന് വരുന്നവർക്ക് 3 വർഷവുമാണ് കാലാവധി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ അഡ്വക്കേറ്റ് VC വർഗീസും തുടർന്ന് ബൈജു കുറ്റിക്കാടനും അധ്യക്ഷന്മാരാകും. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ആദ്യഘട്ടത്തിൽ റോണി പോൾ മാവേലിയും തുടർന്ന് മഞ്ജു സജത്തും അധ്യക്ഷന്മാരാകും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ പ്രവീൺസ് ഞാറ്റുവെട്ടിയും തുടർന്ന് MS ദാസനും അധ്യക്ഷന്മാരാകും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ TA പോളും തുടർന്ന് ജോസഫ് ചാക്കോയും അധ്യക്ഷന്മാരാകും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആദ്യഘട്ടത്തിൽ മിനി ജോസ് ചാക്കോളയും തുടർന്ന് സുരഭി വിനോദും അധ്യക്ഷന്മാരാകും. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ആക്രമിച്ച് ബന്ദിയാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ യോഗം CPI ജില്ലാ നിർവാഹക സമിതി അംഗം P മണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KK ശിവൻ, KS ബൈജു, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ എന്നിവർ പ്രസംഗിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KS പ്രസാദ് സ്വാഗതവും KS ബൈജു നന്ദിയും പറഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ അഴിഞ്ഞാട്ടം ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനിസ്വേലയിലെ പ്രസിഡന്റിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും സ്വന്തം കിടപ്പറയിൽ പോലും കിടക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവരെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഭരണാധികാരിയെ കണ്ണുകെട്ടി കയ്യുകെട്ടി തൻ്റെ വിദേശ രാജ്യത്തേക്ക് പറപ്പിച്ച് അവിടെ തടങ്കലിൽ പാർപ്പിക്കുന്ന ഒരവസ്ഥയ്ക്കെതിരെ ലോകവ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ തിരുമുറ്റത്തുള്ള രാജ്യമാണ് വെനിസ്വേല എന്നുള്ളത്. നമ്മുടെ കേരളത്തിനേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു കൊച്ചു രാജ്യം, 3 കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ഒരു കൊച്ചു രാജ്യം. 1998 മുതൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാൽ പുരോഗമനവാദികളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിനകത്താണ് അമേരിക്ക 1999 ശേഷമുള്ള ചില കിരാത വാഴ്ചകൾ വീണ്ടും രാജ്യത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ചതിൻ്റെ ഭാഗമായി വെനിസ്വേലയിലേക്ക് കയറിയിട്ടുള്ളത്. സ്ത്രീപക്ഷ രചനകൾ കൂടുതലായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ശുഭസൂചനയെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. അനുശ്രീ കൃഷ്ണനുണ്ണി എഴുതിയ കവിതാ സമാഹാരം പാതിവഴി, ശങ്കർ രാമകൃഷ്ണൻ എഴുതിയ നോവൽ ഉമ ഒരു മനുഷ്യ സ്ത്രീ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കവിയും കഥാകൃത്തുമായ ബാലകൃഷ്ണൻ അഞ്ചത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതാപ് സിംഗ്, തൈക്കൂട്ടത്തിൽ രാമകൃഷ്ണൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. നഗരസഭ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ PR സ്റ്റാൻലി, JB എജുഫ്ലൈ ഡയറക്ടർ ബിജു വർഗീസ്, കവികളായ VV ശ്രീല, PN സുനിൽ, അരുൺ ഗാന്ധിഗ്രാം എന്നിവർ പങ്കെടുത്തു.
മനുഷ്യരൊന്നാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സഹൃദയ സംഗമങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ കലാസദനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. രാമേന്ദ്രേട്ടൻ കലാസദനം രൂപീകരിച്ചതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കലാസദനത്തിലൂടെ മാത്രമല്ല, നന്നേ ചെറുപ്പം മുതൽ അദ്ദേഹം കഥയും കവിതയും കലാരൂപങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സഹൃദയത്വം എന്ന് പറഞ്ഞാൽ സമാന ഹൃദയത്വം എന്നാണ്. മറ്റുള്ളവരെ ഉൾക്കൊണ്ടുപോകാനുള്ള സംവേദനക്ഷമതയുള്ളവർക്കേ കഥയും കവിതയും എഴുതാനും കലാകാരനാവാനും കലാകാരിയാവാനും ഒക്കെ പറ്റുള്ളൂ. മനസ്സ് നന്നാകട്ടെ എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ, അതുപോലെ നല്ല മനസ്സുള്ളവർക്കും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള ആ വിശാല മാനവികതയിലേക്ക് വളരാൻ സാധിക്കുന്നവർക്കും മാത്രമാണ് അതൊക്കെ ചെയ്യാൻ സാധിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കിയാലല്ലേ അവരെക്കുറിച്ച് എഴുതാൻ പറ്റൂ. ലോകാവബോധമുണ്ടാകണം, ജീവിതാവബോധമുണ്ടാകണം, എന്നാലേ എഴുതാൻ പറ്റൂ. അപ്പം അങ്ങനെ ജലത്തിലെ മീനെന്ന പോലെ ഈ കാട്ടൂരിലെ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തന അനുഭവങ്ങളുമൊക്കെ ആയിട്ട് നടന്ന കാട്ടൂർ രാമചന്ദ്രേട്ടൻ 2017 കവിത ആദ്യമായിട്ട് എഴുതിയതെന്ന്. കല്ലും മുള്ളും ക്രൂരനായ കാഞ്ഞിരക്കുറ്റിയും കൂർത്ത മുനയുള്ള കുപ്പിച്ചില്ലും അദ്ദേഹത്തിൻ്റെ തഴമ്പിച്ച കാലിനടിയിൽ ദയനീയമായി നെരിഞ്ഞമർന്നു. നഗ്നപാതരുടെ ക്ഷീണമകറ്റാൻ അദ്ദേഹം രചിച്ച ആ സമത്വ സിദ്ധാന്തമാണ്, ലോകോത്തര കവിതയാണ് ഇന്നും വിയർക്കുന്ന മനുഷ്യർ അവരുടെ മാനിഫെസ്റ്റോയായി പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം നടത്തിയത് തിരിഞ്ഞു നോക്കാത്ത ജൈത്രയാത്രയായിരുന്നു. കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയായ ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ 2025 പുരസ്കാരങ്ങൾ TV ഇന്ദിര ടീച്ചർക്കും ഹരിത രാജുവിനും സമ്മാനിച്ചു. ഇരിങ്ങാലക്കുട SNS ഹാളിൽ നടന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി പ്രചാർ മണ്ഡൽ പ്രസിഡന്റ് VV രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ പ്രസിഡന്റ് ഡോക്ടർ N മോഹനൻ ആമുഖ പ്രസംഗം നടത്തി. ഹിന്ദി പ്രചാർ മണ്ഡൽ സെക്രട്ടറി പ്രൊഫസർ KK ചാക്കോ, ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ AK ബിന്ദു, സെന്റ് ജോസഫ് കോളേജ് ഹിന്ദി വിഭാഗം മുൻ മേധാവി സിസ്റ്റർ ഡോക്ടർ റോസ് ആന്റോ എന്നിവർ ആശംസകൾ നേർന്നു. ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ സെക്രട്ടറി ഡോക്ടർ K വനജ സ്വാഗതവും ട്രഷറർ ഡോക്ടർ സജി ആർ കുറുപ്പ് നന്ദിയും പറഞ്ഞു. അവിടെ സ്ഥിരമായി നടത്തുന്ന ക്ലാസ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്നതാകുമ്പോൾ അന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് താല്പര്യം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. കാരണം ഒരുപിടി ആളുകൾ അന്ന് അവിടെ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി സ്കൂൾ തലത്തിൽ പഠിപ്പിക്കാനും അതുപോലെയുള്ള അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം നല്ല നിലയ്ക്ക് വളർന്നുകൊണ്ടെന്ന് തോന്നാറുണ്ട്. എൻ്റെ ഇവരൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ KJ ജോസഫ് സാറായിരുന്നു, ജോസഫ് സാറ് 79 മൊറാർജി ദേശായിയിൽ ആകർഷകനായ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു കൂടിയിട്ടാണ് മാഷരീത്ത് അതുപോലെ മാഷായിരുന്നതിന് ശരിയായിട്ട് സംഘാടകരൊക്കെയായി നല്ല നിലയിൽ കൊണ്ടുപോയി. ഇപ്പോഴും അത് ചെറിയ തോതിലൊക്കെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് എങ്ങനെ എറണാകുളത്ത് സംഘടനയ്ക്ക് കൈകോർത്ത് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇയാളെ സ്വന്തമായി സ്ഥലം കേട്ടിട്ടുള്ള ഒരു സംഘടന നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്നത് നിർദ്ദേശം ഈ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. കലാ സാംസ്കാരിക സംഘടനയായ 0480 ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. ജനുവരി 8 മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനാനന്തരം ജയരാജ് വാര്യരും ഇന്ദുലേഖ വാര്യരും നയിക്കുന്ന പൂവും പ്രസാദവും എന്ന പേരിലുള്ള ഗാനമേള അരങ്ങേറും. സംഘാടക സമിതി ഭാരവാഹികളായ U പ്രദീപ് മേനോൻ, റഷീദ് കാറളം, സോണിയാഗിരി, പ്രൊഫസർ VK ലക്ഷ്മണൻ നായർ, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് P മണികണ്ഠൻ, അനൂപ് മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു.
നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ അഭിമാനങ്ങളായിരുന്ന നമ്മളൊക്കെ എപ്പോഴും ഓർക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ഭാവഗായകൻ ജയചന്ദ്രൻ നമ്മളെ വിട്ടുപോയിട്ട് 1 വർഷം തികയുന്ന 9-ാം തീയതി. അതുപോലെ തന്നെ നമ്മളെയൊക്കെ വിട്ടുപോയ ഇന്നസെന്റ് ഏട്ടന്റെ ഓർമ്മയിൽ ഒരു പരിപാടി, അങ്ങനെ 2 പരിപാടികളാണ് നമ്മൾ ജനുവരിയിൽ, നമ്മുടെ 2026 ജനുവരിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് ജനുവരി 9-ാം തീയതിയാണ് ശ്രീ പി ജയചന്ദ്രന്റെ ഓർമ്മ ദിനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 8-ാം തീയതി വൈകിട്ട് ശ്രീ ജയരാജ് വാര്യർ, നമുക്കറിയാം ശ്രീ പി ജയചന്ദ്രൻ നമ്മുടെ ജയേട്ടനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ജയരാജ് വാര്യരും ജയചന്ദ്രൻ ഏറ്റവും അവസാനമായി പാട്ട് പാടിയത് അദ്ദേഹത്തിന് ജയരാജ് വാര്യരുടെ മകൾ ഇന്ദുലേഖ വാര്യരുമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ജയരാജ് വാര്യർ അവതരിപ്പിക്കുന്ന ഇന്ദുലേഖ വാര്യരും എടപ്പാൾ വിശ്വ, നന്ദുകൃഷ്ണ, പ്രേംസാഗർ, സംയുക്ത തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ഒരു ഗാനാഞ്ജലി, ജയചന്ദ്രന്റെ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വളരെ മനോഹരമായ ഒരു സന്ധ്യ നമ്മളെ ഇരിങ്ങാലക്കുടക്കാർക്ക് വേണ്ടി ശ്രീ ജയചന്ദ്രന്റെ ഓർമ്മയിൽ ഒരുക്കുകയാണ്. പൂവും പ്രസാദവും എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലെ 1985-86 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ കൂട്ടായ്മയും കുടുംബ സംഗമവും ലയൺസ് ക്ലബ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഹേംഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം രേണു രാമനാഥ്, നാഷണൽ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സീന KP, മുൻ ഹെഡ്മാസ്റ്റർ E അപ്പു മാസ്റ്റർ, മുൻ ഹെഡ്മിസ്ട്രസ് M പ്രമോദിനി ടീച്ചർ, മുൻ ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് V ശ്രീദേവി എന്നിവർ ആശംസകൾ നേർന്നു. സുനിൽ മാലാന്ദ്ര സ്വാഗതവും KM സന്തോഷ് നന്ദിയും പറഞ്ഞു. പ്രിയപ്പെട്ട ഓർമ്മകൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ സ്കൂൾ ജീവിത കാലഘട്ടമാണ് എന്ന് ഞാൻ കരുതുകയാണ്. എന്നെ രൂപപ്പെടുത്തിയത് തീർച്ചയായും ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ്. അപ്പം ആ സ്കൂൾ കാലത്ത് നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിലെ അക്ഷയ ഖനിയായിട്ട് ജീവിതാന്ത്യം വരെ നമുക്ക് ഊർജം പകർന്നു നൽകുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൂടി പറയുകയാണ്, നമ്മൾ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് അധ്യാപകരെയാണ്. 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യം ഏറ്റവും സ്നേഹത്തോടെ കാണുന്ന സാന്നിധ്യം അല്ലേ, രാധ ടീച്ചറെ. അപ്പോൾ ഈ നാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഹോളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നത് പഴയ വാർഷിക ആഘോഷ വേളകളാണ്. നാഷണൽ സ്കൂളിലെ വാർഷികാഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു സാംസ്കാരിക സദ്യ തന്നെയാണ് അന്നും ഇന്നും. ജയചന്ദ്രൻ ചേട്ടൻ, ജയക്കുട്ടൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ്റെ ഗാനമേളകളും രാമനാഥൻ മാഷെ പോലുള്ള ആളുകളൊക്കെ ഒരുക്കുന്ന വിവിധ കലാവിഭവങ്ങൾ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെയായിരുന്നു അതൊക്കെ തന്നെ. കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിലെ അമ്പു തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഭദ്രാവതി രൂപത PRO ഫാദർ സജീഷ് തൃക്കോടൻ മാലൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയിംസ് അതിയുന്തൻ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, വർണ്ണമഴ, പാട്ടുത്സവം എന്നിവ നടന്നു.
സെന്റ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന കാഴ്ച സമർപ്പണം, പ്രസുതേന്തി വാഴ്ച, ആഘോഷമായ ദിവ്യബലി എന്നിവയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോജു ചൊവ്വല്ലൂർ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അരങ്ങേറി. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പ് പാറയിൽ സുഭദ്ര രാമദാസ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ബിന്ദു, പരേതനായ ജില്ലാ ജഡ്ജ് ബിജു മേനോൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.